വാർത്തകളാണ്. പ്രധാന തലക്കെട്ടുകളോടെ തന്നെ തുടങ്ങാം. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. അവയവദാനത്തിൽ പുതുചരിത്രം രചിച്ച് കുഞ്ഞാലിൻ. അവയവങ്ങൾക്ക് പുതുജീവനേകുക 4 പേർക്ക്. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് അവയവങ്ങൾ എത്തിച്ചത് 3 മണിക്കൂറിൽ. ആലിന്റെ സംസ്കാരം നാളെ വൈകിട്ട് ജന്മനാടായ മല്ലപ്പള്ളിയിൽ. 10 മാസം പ്രായമുള്ള ആലിന്റെ മരണം റോഡ് അപകടത്തെ തുടർന്ന്. ശബരിമല സന്നിധാനത്തെ സ്വർണ്ണപ്പാളികളിലെ സാമ്പിൾ ശേഖരണം പൂർത്തിയായി. 2 ദിവസങ്ങളിലായി ശേഖരിച്ചത് കട്ടളപ്പാളി, ദ്വാരപാലക ശില്പം, തൂണുകൾ എന്നിവയുടെ സാമ്പിളുകൾ. ശാസ്ത്രീയ പരിശോധന ജംഷഡ്പൂരിലെ മെറ്റലർജിക്കൽ ലാബിൽ നടത്തും. പരിശോധന പാളികളുടെ കാലപ്പഴക്കവും സ്വർണത്തിന്റെ അളവും നിർണ്ണയിക്കാൻ. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലെ അതൃപ്തി പരസ്യമാക്കി പ്രേംകുമാർ. തന്നെ നീക്കിയത് സർക്കാരിനെതിരെ സംസാരിച്ചതിനാലാണെന്ന് ഫേസ്ബുക്കിൽ. സർക്കാരിനെ വിമർശിച്ചിട്ടും സച്ചിദാനന്ദനെ സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാത്തത് ഇരട്ട നീതി. തന്നെ മാറ്റിയത് അറിയിപ്പ് പോലും ഇല്ലാതെയെന്നും വിമർശനം. സുന്നി ഐക്യം സംബന്ധിച്ച് സമസ്തയുടെ നിലപാട് അറിയിക്കാൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. പ്രഖ്യാപനമുണ്ടാകുക മലപ്പുറം കോട്ടക്കലിൽ നടക്കുന്ന വിളംബര സമ്മേളനത്തിൽ. മാതൃസംഘടനയിൽ നിന്നും പോയവർ തിരിച്ചു വരണമെന്ന ജിഫ്രി തങ്ങളുടെ ക്ഷണത്തിനും മറുപടി നൽകിയിരുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ ഹിയറിംഗിനുള്ള സമയം ഇന്ന് അവസാനിക്കും. ഇതുവരെ ഹിയറിംഗ് പൂർത്തിയായത് 122 മണ്ഡലങ്ങളിൽ. ഫെബ്രുവരി 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഹിയറിംഗിലൂടെ വോട്ടർ പട്ടികയിൽ നിന്നും ഇതുവരെ പുറത്തായത് 39,297 പേർ.